ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഷാർജ യൂണിവേഴ്സിറ്റിയിലുള്ള ലൈറ്റ് ഫെസ്റ്റിവലിലേക്കാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടേക്കുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് 20 ദിർഹംസും കുട്ടികൾക്ക് 10 ദിർഹംസുമാണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പിന്നെ സീനിയർ സിറ്റിസൺസിനും ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UAE സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 15ാമത് ലൈറ്റ് ഫെസ്റ്റിവലാണ്. അതാകട്ടെ ഷാർജയിൽ തന്നെ 13 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് ഷോ ഉള്ളത് ഫെബ്രുവരി 3 മുതൽ 15 വരെയാണ്. പക്ഷേ ഈ ഒരു ലൈറ്റ് വില്ലേജ് ആകട്ടെ 22 വരെ ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ ധാരാളം എൻജോയ് ചെയ്യാൻ പറ്റിയ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഇവിടെ ധാരാളം ഉണ്ട്. ഇതിൻ്റെ ഒരു ടൈമിംഗ് വരുന്നത് വീക്ക് ഡേയ്സിൽ വൈകിട്ട് 6 മുതൽ രാത്രി 11 മണി വരെയാണ്. അതല്ലാതെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 12 മണി വരെയൊക്കെ ഉണ്ടാകും. നമുക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പിൽ നമ്മുടെ ഫേസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ 3 ഭാഗത്തായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ഈ ഒരു ലൈറ്റിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പാപ്പുവിൻ്റെ ഫേസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ധാരാളം ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ കളറുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ധാരാളം കുട്ടികളൊക്കെ അതിൽ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പാപ്പയ്ക്ക് ഈ ഒരു കാഴ്ച ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടെ ധാരാളം ഫുഡ് വെറൈറ്റീസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. 50ഓളം ഫുഡ് സ്റ്റോളൊക്കെയാണ് ഈ ഒരു ലൈറ്റ് വില്ലേജിലുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള ധാരാളം ഗെയിംസ് ഒക്കെയാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കി കുറേ നേരം അങ്ങനെ നിന്നു. അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിക്കറങ്ങി നടന്ന സമയം പോയത് അറിഞ്ഞില്ല. ഈ ഒരു വില്ലേജ് ഉള്ളത് വലിയൊരു ഏരിയയിലായതുകൊണ്ട് തന്നെ നമുക്ക് കറങ്ങാനായിട്ടും ധാരാളം സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വില്ലേജിൻ്റെ 2 സൈഡിലായിട്ടും ധാരാളം ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സ്നാക്കാണ്. അപ്പം ഞങ്ങൾ മേടിച്ച ഒരു ബോക്സ്. ഇതില്ലാതെ ഇവിടെ വേറെയും ധാരാളം ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കിട്ടിയോ? എങ്ങനെയുണ്ട്? പാപ്പന് ഇഷ്ടായോ? സൂപ്പറാണോ?
ചോക്ലേറ്റ് പാപ്പോ അങ്ങനെ നമ്മളന്ന് ഈ ഒരു സ്നാക്കും കഴിച്ചിട്ട് ഇനിയിപ്പോൾ തിരിച്ച് നടക്കുകയാണ്. ഈ ഒരു ലൈറ്റ് വില്ലേജിലെ കാഴ്ചകൾ അതൊക്കെയാണ്. ഇവിടുന്ന് കുറച്ചുകൂടി മുൻപോട്ട് നടന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിങ്ങിലായിട്ട് വേറൊരു ഷോ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റോളം നടക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാർജയിലെ ഈ ഒരു രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റുകളാണ്. രാത്രി സമയങ്ങളിൽ പഴമയുടെ ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന ഈ ഒരു ലൈറ്റുകൾ കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അപ്പം ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നടക്കാനുണ്ട്. പിന്നെ അവിടേക്ക് കയറാനായിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവിടത്തേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഞങ്ങൾ ഈ ഒരു ലൈറ്റ് വില്ലേജിലേക്കായിട്ട് വന്നത് രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പോൾ സമയം 10-11 മണി ആവാറായി. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ 12-1 മണി വരെയൊക്കെ ഈ ഒരു ലൈറ്റ് ഷോ ഉണ്ടാകും. ഹായ് പറഞ്ഞേ. Hello guys. Hello guys. വെൽക്കം ടു പപ്പൂസ് യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു ലൈറ്റ് കൊണ്ടുള്ളൊരു ഗാർഡനാണ്. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ്സ് കൊണ്ടുള്ള വലിയൊരു ഗാർഡനാണ് ഈ ചുറ്റും കാണുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നാച്ചുറൽ ഫ്ലവേഴ്സും വെച്ച് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ഷോ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഓരോ 10 മിനിറ്റ് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഈ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ഷോ തുടങ്ങാറായിട്ടുണ്ട്. നമ്മൾ മുകളിലത്തെ ഗാലറിയിലേക്ക് വന്നിരിക്കുകയാണ്.
അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. ഇപ്പം തന്നെ സമയം 12 കഴിഞ്ഞു. പാപ്പു താങ്ക്സ് ഫോർ വാച്ചിങ് പറ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.